തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്ന ബീഹാർ റിപ്പോർട്ടിംഗിനിടെ ഡി ധനസ്മോദ് കണ്ടെത്തിയ 11 വയസ്സുകാരൻ ചുട്ടുപൊള്ളുന്ന അടുപ്പിനരികെ തിളച്ച എണ്ണയോട് മല്ലിടുന്ന ബാല്യം. കേരളത്തിൽ ഒരിടത്തും കണ്ടെത്താൻ കഴിയാത്ത ദൃശ്യം കണ്ടപ്പോൾ അവനോട് കാര്യം തിരക്കി. ആ ബീഹാറി കുഞ്ഞിന്റെ കഥ കേട്ടാൽ ഏത് മലയാളിയുടെയും കണ്ണു നിറയും. പക്ഷേ ധനസ്മോദിന്റെ ആ ഒറ്റ കഥ പറച്ചിൽ കൊണ്ട് അവന്റെ ജീവിതം ആകെ മാറാൻ തുടങ്ങുകയാണ്. സങ്കടത്തിൽ തുടങ്ങിയ ആ കഥ കേൾക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനായി ബീഹാറിലെ പല ജില്ലകളിലായി മീഡിയ വൺ സംഘം പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ റിപ്പോർട്ടിങ്ങിനിടയിൽ മനസ്സിനെ ഏറ്റവും വേദനിപ്പിച്ചത് ബാലവേലയാണ്. इधर काम किस लिए कर रहे हैं? पापा नहीं है. पढ़ने के लिए तैयार है? हाँ. വടക്കേ ബീഹാറിലെ അരാരിയ ജില്ലയിൽ വളരെ സന്തോഷത്തോടെയാണ് മീഡിയ വൺ സംഘം വീണ്ടും എത്തിയിരിക്കുന്നത്. ഹോട്ടലിൽ പണിയെടുക്കുന്ന ഒരു 11-കാരനെ കുറിച്ച് ഒരു വാർത്ത നമ്മൾ ഇന്നലെ ചെയ്തിരുന്നു. അവന് പഠിക്കാൻ വളരെയധികം ആഗ്രഹമുണ്ട്, പക്ഷേ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പോകാൻ കഴിയുന്നില്ല. അത് ആര് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്നതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഇപ്പോൾ ഒരു പരിഹാരമായിരിക്കുകയാണ്. ബീഹാറിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇർസ ഫൗണ്ടേഷന്റെ MD വധു സഖാവി തന്നെയാണ് ആ കുട്ടിയെ ഇപ്പോൾ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആദ്യം അഭിനന്ദനങ്ങൾ. ഇങ്ങനെ ഒരു വാർത്ത കണ്ടിട്ട് കുട്ടിക്കൊരു പുതിയൊരു ജീവിതം നിങ്ങൾ നൽകിയിരിക്കുകയാണ്. അതെ, തീർച്ചയായും നമ്മൾ ഈ കുട്ടിയെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇന്നലെ മീഡിയ വണ്ണിൻ്റെ ന്യൂസ് കാണാനിടയായി. ആദ്യമായി മീഡിയ വണ്ണിന് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ്. ഇലക്ഷൻ റിപ്പോർട്ടിങ്ങിൻ്റെ ഇടയിലും ഇത്തരം സാമൂഹ്യപരമായ ഒരു പ്രോബ്ലത്തെ സമൂഹത്തിലേക്ക് അറിയിച്ചു തന്നതിന് വളരെയേറെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ കുട്ടിയുടെ എല്ലാ ചെലവും ഞങ്ങൾ ഏറ്റെടുത്തു പഠിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വധുസഹാവി, അപ്പോഴും ചെറിയൊരു പ്രശ്നം ഇവിടെ ബാക്കിയാണ്. കാരണം ഈ കുട്ടിക്ക് ഈ തൊഴിലെടുക്കേണ്ടി വരുന്നത്, ഈ ഹോട്ടലിൽ വന്ന് അവൻ രാവിലെ 6 മണി മുതൽ 9 മണി വരെ രാത്രി പണിയെടുക്കേണ്ടി വന്നത്. വീട്ടിൽ ഉപ്പയില്ല, ഉപ്പ മരിച്ചുപോയ ആളാണ്. അപ്പോൾ ഒരു വരുമാന മാർഗമാണ് ഇല്ലാതാകുന്നത്. ഒരു 100 രൂപ എല്ലാ ദിവസവും അവന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ വീടിൻ്റെ ഒരു കാര്യം എങ്ങനെയാവും? ഇത്തരം കുട്ടികളെ നമ്മൾ സംരക്ഷിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഈ കുട്ടികളുടെ വീട്ടു ചെലവ് കൂടി നമ്മൾ ഏറ്റെടുക്കും. ഈ കുട്ടിയുടെ അവസ്ഥയിൽ അങ്ങനെ തന്നെയാണ്. ഈ കുട്ടിയുടെ വീട് ചെലവ് നമ്മൾ ഏറ്റെടുക്കുകയും ഇത്തരം കുട്ടികളെ പഠിപ്പിക്കുന്ന നമ്മുടെ 300ഓളം കുട്ടികൾ പഠിക്കുന്ന ഹോസ്റ്റൽ സൗകര്യമുള്ള ലിറ്റിൽ ഏഞ്ചൽ പബ്ലിക് സ്കൂളിലേക്ക് ഈ കുട്ടിയെ മാറ്റുകയും ചെയ്യും. അങ്ങനെയാണ് ഈ കുട്ടിക്ക് വിദ്യാഭ്യാസവും ഈ കുട്ടിയുടെ വീട്ടു ചെലവും ഏറ്റെടുത്തുകൊണ്ടുള്ള ഞങ്ങളുടെ പദ്ധതി. ഇർസ ഫൗണ്ടേഷനെ കുറിച്ച് ഞാൻ ആദ്യം നിങ്ങളിന്ന് വിളിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിരുന്നു. അപ്പോൾ ബീഹാറിലെ പല ഗ്രാമങ്ങളിലും ഈ ഭക്ഷണം കൊടുത്തതിന് ശേഷമാണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൊണ്ടുവരുന്നത്. മാത്രമല്ല, അങ്ങ് നേരത്തെ ഡൽഹിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് എന്നാണ് മനസ്സിലായത്. എങ്ങനെയാണ് ഈ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഈ ഭക്ഷണം കൊടുത്ത് കുട്ടികളെ നിങ്ങൾ ഏറ്റെടുക്കുകയാണോ? എങ്ങനെയാണ്? 3 വർഷത്തോളമായി ഉത്തരേന്ത്യയിലെ യാത്രകളിൽ പലപ്പോഴും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോൾ വേണ്ടത്ര സപ്പോർട്ടുകളില്ല, കുട്ടികളുടെ ഭാഗത്തു നിന്നാലും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നാലും. അപ്പോഴാണ് ഞങ്ങൾ പുതിയൊരു ഐഡിയയുമായി എല്ലാ ഗ്രാമത്തിലും ഭക്ഷണം കൊടുക്കുക. ആ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നാട്ടിലെ മുഴുവൻ കുട്ടികളും എത്തും. ആ സമയത്ത് ആ നാട്ടിലെ കുട്ടികൾ എത്ര, അതിൽ സ്കൂളിൽ പോകുന്നവരെത്ര, തീരെ ചേർത്താത്ത കുട്ടികൾ എത്ര എന്ന് മനസ്സിലാക്കുകയും പിന്നീട് നിരവധി തവണ ഭക്ഷണം കൊടുക്കുകയും ആ ഗ്രാമവുമായി വളരെ ഒരു ആഴത്തിലുള്ള ബന്ധമുണ്ടാക്കി ആ ഗ്രാമവാസികൾ നൽകുന്ന സ്ഥലത്ത് ഞങ്ങൾ പണം മുടക്കി നല്ലൊരു ലേണിംഗ് സെൻ്ററുകൾ സ്ഥാപിക്കുന്നു. ഇത്തരത്തിലുള്ള 7 ലേണിംഗ് സെൻ്ററുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികളെ ലേണിംഗ് സെൻ്ററിൽ എത്തിച്ച് അവർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ച് സ്കൂളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ദൗത്യം ഫുഡ് കൊടുക്കുന്നതിലൂടെയും മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെയും ഇർസ ഫൗണ്ടേഷൻ സാധ്യമാക്കുന്നു. ഇന്നലെ ഈ വാർത്ത വന്നതിന് ശേഷം വളരെ വലിയ പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം. ഇത് കാണുന്ന പ്രേക്ഷകരോട് എന്താണ് വധു സഹാബിക്കെന്ന് പറയാനുള്ളത്? പ്രേക്ഷകരോട് പ്രധാനമായും പറയാനുള്ളത്, ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇത്തരത്തിലുള്ള നോർത്ത് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് ബീഹാർ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും താഴെക്കിടയിലുള്ള സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങൾ ഒരു തവണയെങ്കിലും സന്ദർശിക്കണം. നമ്മുടെ ജീവിതത്തിനെ, നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് 60-70 വർഷങ്ങൾക്ക് പിന്നിലുള്ള പ്രവർത്തനവും ജീവിത രീതിയുമാണുള്ളത്. ഫാമിലിയെയും മക്കളെയും കൂട്ടി നമുക്ക് സർവശക്തം നൽകിയ അനുഗ്രഹങ്ങളെ നേരിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഇത്തരം ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ വരണം. അതിനുള്ള എല്ലാവിധ സഹായവും സന്ദർഭങ്ങളും ഞങ്ങൾ ഒരുക്കി തരികയും ചെയ്യും. ആയിരക്കണക്കിന് കുട്ടികളാണ് ബീഹാറിൽ പലയിടത്തായി തൊഴിലെടുക്കുന്നത്. ബാലവേലയിൽ നിന്നും ഒരാളെയെങ്കിലും മോചിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷത്തിലാണ് മീഡിയ വൺ സംഘം. അരാരിയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം ഡി ധനസ്മോദ്, മീഡിയ വൺ.